ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കഥയാണ്. പക്ഷേ വലിച്ചു നീട്ടി സെക്കൻഡ് ഹാഫ് ചെറിയ ലാഗുണ്ട്. പിന്നെ ഈ ട്രെയിലറിൽ കാണിക്കുന്ന അത്ര കോമഡി മാത്രമേ ഉള്ളൂ, വേറെ വലിയ കോമഡി ആയിട്ടൊന്നുമില്ല. ഇത് പേഴ്സണൽ ഒപ്പീനിയനാണ്, ഒരാൾക്ക് മാറും, അത്രേ ഉള്ളൂ. പറഞ്ഞത് കൊള്ളാം, നല്ല പടമാണ്. ബാലു വർഗീസ് നൈസാണ്. വേറെ എന്തുവാ, സെക്കൻഡ് ഹാഫാണ് കൂടുതൽ കുറച്ചും കൂടെ കൊള്ളാമെന്നുള്ള. ഫസ്റ്റ് ഹാഫിനെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയ സെക്കൻഡ് ഹാഫാണ്. കണ്ടിരിക്കാന്നല്ല, അതിനേക്കാളും കൊള്ളാം, നല്ല കൊള്ളാം. ഒരു തവണ കാണാം, കോമഡിയൊക്കെ ഉണ്ട്. ശരി, നല്ല അത്യാവശ്യം കൊള്ളാം, കാണാം, കണ്ടിരിക്കാമെന്നും. ശരി, കുഴപ്പമില്ല. കുഴപ്പമില്ല. വളരെ നല്ല സിനിമയാണ്, ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. കുഴപ്പമില്ല, ചെറിയൊരു നല്ലൊരു സിനിമ. അങ്ങനെ വലിയ കോമഡി ഒന്നുമില്ല. ഉർവശിയെ കുറിച്ച് കോമഡിയൊക്കെ പ്രതീക്ഷിച്ചു, അധികം അങ്ങനെ കോമഡി ഒന്നുമില്ല. കുഴപ്പമില്ല, നല്ല സിനിമ. കുഴപ്പമില്ല, ബിലോ ആവറേജ് ആണ്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ നോക്കി കണ്ടുപോകാവുന്ന ഒരു സിനിമ, അത്രേ ഉള്ളൂ. പടം വെറും വധമാണ്, ഒരു ഇതും ഇല്ല. കോമഡി എന്നൊക്കെ വിചാരിച്ചാണ് വന്ന് കയറിയത്, ഒരു കോമഡിയും ഇല്ല, പോരാത്തതിന് ഒരു കഥയും ഇല്ല, ഒന്നുമില്ല. വെറുതെ വധം. 2 മണിക്കൂർ ചുമ്മാ ചെന്നിരുന്ന് ഉറങ്ങിയിട്ടാണ് കഴിച്ച് പറഞ്ഞത്. ഉറക്കം മാത്രമുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. പടം വെറും ഫ്ലോപ്പാണ്. ഇത് തിയേറ്ററിൽ ഇറക്കിയവന്മാരെ മണ്ടന്മാരാണ്. തിയേറ്ററിൽ ഇറക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. വെറുതെ ഏതെങ്കിലും ഒരു OTT കിട്ടിയിരുന്നെങ്കിൽ ഓടെങ്കിലും ഞാൻ ഇത് ഇപ്പോൾ 2 ദിവസം ചിലപ്പോൾ ഓടുമായിരിക്കും, അതിൻ്റെ അപ്പുറം ഇനി ഓടാൻ ചാൻസ് ഇല്ല. ടെക്നിക്കൽ സൈഡിൽ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡ് ഓക്കെയാണ്, നല്ല മേക്കിംഗ് തന്നെയാണ്. പക്ഷേ പടം ഇതിനേക്കാളും നല്ല രീതിയിൽ എടുക്കായിരുന്നു. കുറച്ചും കൂടെ കഥ പ്ലോട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് എടുക്കായിരുന്നു. പക്ഷെ അതൊന്നുമില്ല. എല്ലാം ഫുള്ളി ഒരു 10 നമുക്ക് വേണമെങ്കിൽ ഒരു 4 ഒക്കെ കൊടുക്കാം, അല്ലെങ്കിൽ 5, അത്ര തന്നെ. ഒരു പോസിറ്റീവായിട്ട് ഒന്നുമില്ല, എല്ലാം നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് ഒന്നുമില്ല, എല്ലാം നെഗറ്റീവാണ്. പെർഫോമൻസ് ഒന്നുമില്ല. ഉർവശിയൊക്കെ വന്നത് എനിക്ക് തോന്നുന്നു, ഉർവശിയൊക്കെ കേശവ വീടിൻ്റെ നാഥനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിലൊന്നുമില്ല, അത്രയും വലിയ ഇതൊന്നുമില്ല. മറ്റേ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പടം ഒന്നുമില്ല. അവരെ അഭിനയമൊക്കെ ഓക്കെയാണ്, പക്ഷേ ആ ഒരു പടം വെച്ച് ഇതൊക്കെ നോക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്രയും വലിയൊരു ഫ്ലോപ്പ് പടമാണ്. നെഗറ്റീവ് പറയണമല്ലോ, ഒരു പടം എടുക്കാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രൊഡ്യൂസർ ആയാലും ഇപ്പോൾ ഡയറക്ടർ ആയാലും എല്ലാം. ഞാനും ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം. അപ്പം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പടം എടുക്കാനും, ഒരുപാട് പൈസ ചിലവുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ എടുത്ത് പടം വെറുതെ വേസ്റ്റ് ആക്കണേക്കാളും ആ പൈസ ഉണ്ടെങ്കിൽ നല്ല പടം ഏതെങ്കിലുമൊക്കെ എടുക്കാം, അത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ഔട്ട്റൈറ്റ് ആയിട്ടുള്ള പടങ്ങൾ എടുക്കാതെ, അല്ലെങ്കിൽ ഇത് വല്ലതും OTT കൊടുക്കുക, എങ്കിൽ ഓക്കെയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, 1 ടൈം പോലും വാച്ചബിൾ അല്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഹിൻഡോ ത്രെഡോ ഒന്നും ഇല്ലാത്തൊരു പടമാണ്. നമ്മൾ കോമഡിയാണ് ഒന്ന് പ്രതീക്ഷിച്ചത്. കാര്യം എന്ന് വെച്ചാൽ ഉർവശി കൊണ്ട് ബാലു വർഗീസൊക്കെ ഉള്ളതുകൊണ്ട് കോമഡിയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അതൊന്നും നമുക്ക് അതിൽ കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് കുറേയൊക്കെ നമ്മൾ ഉറങ്ങിപ്പോവും. കാര്യം എന്ന് വെച്ചാൽ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ലാഗാണ്, ഫുൾ ലാഗാണ്. എന്തെങ്കിലും ഒരു ത്രെഡ് ഉണ്ടെങ്കിൽ നമുക്കത്, അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ആയിട്ട് എന്തെങ്കിലും ഒരു ത്രില്ലിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും പിടിച്ചിരുത്തേനെ. നമുക്കങ്ങനെ പിടിച്ചിരുത്താനായിട്ട് ഒന്നുമില്ല. പിന്നെ തിയേറ്ററിൽ വിടാൻ മാത്രമുള്ള സിനിമയൊന്നുമല്ല. ടെക്നിക്കൽ വൈസിലൊന്നും വേറെ മോശമായിട്ടൊന്നുമില്ല. പക്ഷേ ഒരു കഥയില്ലാത്തൊരു സാധനം എടുത്ത് വെച്ച് സിനിമ ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വേറെ എന്തെങ്കിലും ഒരു ത്രെഡ് അല്ലെങ്കിൽ കോമഡി ബേസിൽ എടുത്തിരുന്നെങ്കിൽ നല്ല ക്ലിക്കായേനെ. കാര്യം എന്ന് വെച്ചാൽ വേറെ ത്രെഡൊന്നുമില്ല. അപ്പോൾ കോമഡി ആയിട്ട് കയറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ചിരിക്കാനെങ്കിലും പറ്റിയിരുന്നു. ഇതിപ്പോൾ ഒരുപാട് കോമഡി കയറ്റാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ അതിനുള്ള സ്ഥലമാണ് കൂടുതലുള്ള. കാര്യം വേറെ രംഗങ്ങളൊന്നുമില്ല. ഒരു വിഗ്രഹം അതിനെ വിൽക്കാൻ നടക്കുന്നതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിൽ ട്വിസ്റ്റും കാര്യങ്ങളും. പിന്നെ ഒരു തമിഴ് ആക്ടറെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കും. എൻ്റെ 2018 അഭിനയിച്ച ഒരു ആക്ടറുണ്ട്, ആ പുള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെയൊന്നുമില്ല.